ഹായ് ഹലോ. അതെ, സമയം ഈവനിങ് ആണ്. മാങ്ങ അച്ചാറ്, ചേന അച്ചാറ്. കുട്ടികളിപ്പോൾ സ്കൂൾ വിട്ടിട്ട് വരും. സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാനുണ്ടാക്കി കൊടുക്കണ്ടേ എന്ന്. രാവിലെ ഞാൻ മുട്ടക്കറി വെച്ചത് കുറച്ച് ഉപ്പ് അധികമായിപ്പോയി. രണ്ടാളും അങ്ങനെ കഴിച്ചിട്ടില്ല. രണ്ടാളും മനുഷ്യനെ കഴിയാൻ മാത്രം വിശപ്പുമായിട്ടായിരിക്കും വരിക. കൃന്നില്ല പോവുക നല്ലതാണോ എന്തോ. അപ്പം ഞാൻ കരുതി കപ്പയും ഉണ്ടാക്കാം, ചിക്കൻ കറിയും നല്ല കുറച്ച് എരിവിൽ കറി വെക്കാം, അതേപോലെ ഒരു 2 കഷ്ണം പീസ് എടുത്ത് അവർക്ക് പൊരിച്ചും കൊടുക്കാം, ഒരു കട്ടൻ ചായ. സൂപ്പറല്ലേ? ഞാൻ വരയ്ക്കുന്നിടത്ത് നിന്നിട്ട് പോയി കേട്ടോ. ഞങ്ങൾക്ക് അതൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച് കുളിച്ചതിന് ശേഷം വീണ്ടും വരയ്ക്കാനിരിക്കാമെന്ന് കരുതി. എനിക്ക് 2 ഫോട്ടോ കൊറിയർ അയക്കാനുണ്ടായിരുന്നു. പക്ഷേ ഫ്രെയിം ചെയ്യുന്ന ഉള്ളിൽ വെക്കുന്ന ഒരു പേപ്പർ ഉള്ളതില്ല. കിട്ടാത്തതുകൊണ്ടൊന്നും ഫ്രെയിം ചെയ്തില്ല. പൊടി അലർജി. ഞാനിത് ബാലൻസ് മുറിച്ചിട്ടോട്ടെ. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറേ സമയം ഇരിക്കും. അതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ആളില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നു. ഒരു കുക്കറിനകത്ത് കപ്പ ഇട്ടിട്ടുണ്ട് വേവിക്കാൻ. രണ്ടാമത്തതിൻ്റെ അകത്ത് ചിക്കൻ കറി വെക്കുകയാണ്. ചിക്കൻ കറിയും കപ്പ പൊരിഞ്ഞതും ഒരു 2 കഷ്ണം ചിക്കൻ പൊരിച്ചും കൊടുക്കാം. എന്നാൽ പിന്നെ രണ്ടാളും ഹാപ്പി. അത്രയുള്ളൂ. എത്ര ആൾക്കാരുടെ നാട്ടിലേക്ക് ചിക്കനിൽ ഉലുവ ഇടുന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് കൊടുക്കാം. ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതൊന്ന് വാടിയതിന് ശേഷം ഞാൻ ഇടാറുണ്ട്.
ഇന്നലെ ഗൈസ് 2 തവണയാണ് കുട്ടിക്ക് മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉപ്പിട്ടത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അവർ കഴിച്ചു പോകുമ്പോൾ ഒരു മനസ്സിന് വിഷമം. ഞാൻ രാത്രി വെച്ചായിരുന്നു രാവിലെ അഥവാ എനിക്ക് എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ അവർ കഴിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ബാലൻസ് ഞാൻ കഴിച്ചപ്പം ഒരുമാതിരി. അപ്പം എനിക്കൊരു കുറ്റബോധം. ആ കുറ്റബോധമാണ് കപ്പയും ചിക്കനും ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പം കപ്പയായിട്ടുണ്ട്. പിള്ളേർ വന്നിട്ടായി. ഇത് എൻ്റെ ഒരു ചെറിയൊരു എൻ്റെ മെത്തേഡാണെന്നറിയില്ല, അമ്മ പഠിപ്പിച്ചെന്നാട്ടോ. ഇവിടെ ആയിട്ടുണ്ട്. ഇതൊന്ന് വറവിട്ടണം. ചിക്കൻ കറി അടുപ്പത്തുണ്ട്. പിന്നെ 2 കഷ്ണം ചിക്കൻ കൂടി പൊരിക്കണം. എന്നിട്ടൊരു കട്ടൻ ചായ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് ഒരു പൂളോട്ടെ മുന്നുണ്ട്. വേറെ മുഴുവൻ പോയില്ലായിരുന്നു. അപ്പം പോയേനെ. അങ്ങനെ ദേ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉടഞ്ഞ അങ്ങനെ ദേ നമ്മളെ വെന്തുടഞ്ഞ കപ്പ റെഡി ആയിട്ടുണ്ട്. എടാ സുഖം, ഞാൻ ഇതിൽ ഉപ്പിട്ടില്ലടാ. ഇന്നത്തെ കറിയിൽ ഒരുപാട് ഉപ്പ്. ഇന്നത്തേന് ഉപ്പിടാൻ മറന്നുപോയി. എനിക്കെന്തോ കറിയായിട്ട് പറ്റിയിട്ടുണ്ട്. ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും. എന്നോട് ഞാൻ മറന്നുപോയതാട്ടോ. ഇപ്പോൾ ചേനച്ചാറും കേട്ടോ. ഇതിൻ്റെ കൂടെയും അച്ചാർ കഴിക്കൽ എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ചായ ഒരു മീഡിയം ചൂട്, മീഡിയം മധുരം. നല്ല ഞാനിതൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ. ഉപ്പിടാത്ത പൂട എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഉപ്പില്ല എന്നുള്ളത് മനസ്സിലാവില്ല കേട്ടോ. കാരണം അച്ചാർ കൂട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അതേപോലെ ചിക്കൻ പൊരിച്ചത്. ഇവർക്ക് രാവിലെ തന്നെ ഇവർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ച് പോയില്ലല്ലോ എന്ന് കരുതിയിട്ട് വൈകുന്നേരം ഇവർ വരാനായപ്പോഴേക്കും കപ്പയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കട്ടൻ ചായ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചാൽ. പക്ഷെ കപ്പയിൽ ഉപ്പിട്ടില്ല. ഇന്നലെ കറിയിൽ 2 പ്രാവശ്യം ഉപ്പിട്ട്. അപ്പം അങ്ങനെയാണ് ഞാനിതൊന്ന് തീർക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ.